മന്ദാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു അച്ചാറാണ്. നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന പപ്പായ കൊണ്ടാണ് ഞാൻ ഈ അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഉണ്ടാക്കി നോക്കണം എല്ലാവരും, വളരെ ടേസ്റ്റിയാണിത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, നല്ല ഫ്രഷാണ്. ഈ സമയത്ത് തന്നെ നമ്മൾ ഈ അച്ചാർ ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് പറിച്ചെടുത്തതാണ്. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി തൊലി ചെത്തി വേണം കഷ്ണങ്ങളാക്കി എടുക്കാൻ. തൊലി നീക്കിയ ശേഷം അതിനകത്തുള്ള കുരു അതിനോട് ചേർന്നിട്ടുള്ള ആ ഭാഗം കൂടി എടുത്ത് കളയണം. നമ്മളേത് സാധനം നമ്മൾ അച്ചാർ തയ്യാറാക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടല്ലേ എടുക്കുക, അതുപോലെ തന്നെ ഇതും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇതുപോലെയാണ് ഞാനത് മുറിച്ചെടുക്കുന്നത്. ഒരുപാട് മൂത്ത് പോവരുത്, നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ കുരു കറുത്ത് നിറയുമ്പോൾ മാത്രം എടുക്കാം നമുക്കത്. അതുപോലെ മധുരം നമുക്കത് ചെനച്ച് പോയിട്ടുണ്ടെങ്കിൽ നല്ല മധുരമാവും. മധുരമുള്ള അച്ചാറാകുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിന് മൂത്തതായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി ചെറുതാക്കി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു പപ്പായ മുഴുവനും ഞാനിതുപോലെ കഷ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കൊരു 2-3 ടീസ്പൂൺ കടുക് ഒന്ന് ചൂടാക്കി എടുക്കണം. എണ്ണ ഒഴിക്കണ്ട, എണ്ണ ഒഴിക്കാതെ ഡ്രൈ ആയിട്ട് വേണം നമ്മളിത് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണയിലിട്ടിട്ട് ഇതുപോലെ പൊട്ടി വരുന്ന മാതിരി തന്നെ ഇത് ഫ്രൈ പാനിൽ എണ്ണ ഒഴിക്കാതെ ഇട്ടാലും പൊട്ടി കിട്ടും. അതുപോലെ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് വേണം ഇത് മാറ്റാൻ. ഇത്ര മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് ചെറിയ തോതിൽ പൊടിച്ചിട്ടെടുക്കണം. ചൂടാറുന്ന വരെ അത് വെയിറ്റ് ചെയ്ത് ചൂടാറിയ ശേഷം ചെറുതായിട്ട് കല്ലിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമ്മുടെ പാനിലേക്ക് കുറച്ചൊരു 100 ഗ്രാം നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ സാധാരണ നമ്മൾ അച്ചാറുകളൊക്കെ നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. അതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ കപ്പിന് 1 കപ്പ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നീളത്തിലാണ് ഞാനിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അതേ പാത്രത്തിൽ തന്നെ 1 കപ്പ് വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുത്തത്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒന്ന് നടു പിളർന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഏകദേശം ഒന്ന് നല്ല കളറ് ചേഞ്ചായിട്ട് വരുന്ന സമയത്ത് നമ്മളൊരു 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ ഇളക്കി കൊടുക്കുക. ആ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്ത വറ്റൽമുളകും ഫ്രൈ ആയിട്ട് കിട്ടും.
ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2-3 തണ്ട് കറിവേപ്പിലയാണ്. അതും നല്ല ഫ്രഷ് കറിവേപ്പിലയാണെങ്കിൽ വളരെ നല്ലതാണ്. അതിൻ്റെ ഇല മാത്രമായിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂന്നും നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ്. അത് 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് അളവിനനുസരിച്ച് ചേർത്താൽ മതി. അച്ചാറിൻ്റെ എടുക്കണ പപ്പായയ്ക്ക് അനുസരിച്ചിട്ട്. പിന്നീട് കാശ്മീരി മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നതിനേക്കാൾ 1 ടീസ്പൂൺ അധികം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി അത് പച്ചച്ചൊവ മാറണ വരെ ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികൾ ചേർക്കണം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ടീസ്പൂണിന് 2 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ്. അതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട്. കായപ്പൊടിയുടെയും ഉലുവപ്പൊടിയുടെയും അളവ് ഏകദേശം ഒരേ അളവ് തന്നെ വേണം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ്. വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുത്ത അതേ കപ്പിന് 1 കപ്പ് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തിളച്ച ശേഷം നമ്മൾ മുറുക്കി വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിക്കണം. എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ഈ കഷ്ണത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പൊടികളും അതുപോലെ തന്നെ വിനീഗറും ചേർത്ത് ഇളക്കിയെടുക്കണം. ഇനിയാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണുള്ളൂ. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇതുവരെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കടുക് ചേർത്ത് കൊടുത്തിട്ടില്ല. അത് അവസാനമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ പൊടികളെല്ലാം ചേർത്ത് ഉപ്പും ചേർത്ത് ഇളക്കിയ ശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ച് വെക്കണം. കാരണം ഈ പപ്പായ ഒന്ന് വാടി കിട്ടണം. ഇനി ഇത് വേവിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് വാടി കിട്ടുമ്പോഴാണ് നമുക്കത് ചെറിയ ഒരു മുറുമുറുപ്പോട് കൂടിയിട്ട് ആ കഷ്ണം കടിക്കാനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. പപ്പായയുടെ അവസാന സ്റ്റേജാണ്. നമുക്ക് ആ സമയത്താണ് പൊടിച്ചു വെച്ചിട്ടുള്ള കടുക് ചേർത്ത് കൊടുക്കേണ്ടത്. കടുക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. കടുകിൻ്റെ പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതും വറുത്ത് പൊടിച്ചത്, പച്ചയ്ക്കല്ല നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് കൂട്ടി അടച്ച് ഒരു 5-10 മിനിറ്റോളം വെക്കണം. നന്നായി തണുക്കണം. അതിന് ശേഷം നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം വേണം ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. നമ്മൾ ഈ വിളമ്പണ പാത്രത്തിലേക്ക് ഇത് മാറ്റിയ ശേഷം നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടിയും ഇതിൻ്റെ മീതെയായിട്ട് ചേർത്ത് കൊടുക്കാം. പച്ച കറിവേപ്പില അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള നമ്മുടെ പപ്പായ അച്ചാർ തയ്യാറായി. എല്ലാവരും സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.